ഉടമകളെ വട്ടം കറക്കി മോട്ടോർ വാഹന വകുപ്പ്. കേരളത്തിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അച്ചടി അവസാനിപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് പുതിയ വാഹനങ്ങളുടെ ഉടമകളെ കാത്തിരിക്കുന്നത്. മാർച്ച് 1 മുതൽ ഡിജിറ്റൽ കാർഡ് മാത്രമായിരിക്കുമെന്ന് സർക്കുലർ ഇറക്കിയ ഗതാഗത കമ്മീഷണറേറ്റ് പോർട്ടലിൽ മതിയായ സാങ്കേതിക സൗകര്യങ്ങൾ കൊടുക്കാത്തതാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. പരിവാഹൻ പോർട്ടലിൽ നിലവിൽ RCയുടെ പ്രിന്റ് ഓപ്ഷൻ മാത്രമാണുള്ളത്. PDF ആയോ PVC ആയോ ഡൗൺലോഡ് ചെയ്യാൻ സൗകര്യമില്ല. ഇനി പ്രിന്റ് എടുക്കുമ്പോഴാകട്ടെ 2 പേജുകളായിട്ടാണ് RC ലഭിക്കുന്നത്. ഒന്നാം പേജിൽ വലത്തേ മൂലയിലാണെങ്കിൽ രണ്ടാം പേജിൽ താഴ്ഭാഗത്തായാണ് കാർഡ് പ്രിന്റായി കിട്ടുന്നത്. ഇത് പേപ്പർ പ്രിന്റായി സൂക്ഷിക്കാമെന്നല്ലാതെ കാർഡായി മാറ്റാനാകുന്നില്ല. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കാർഡായി മാറ്റി പ്രിന്റ് ചെയ്യണം. സർവീസ് ചാർജ് അടക്കം വാങ്ങിയിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ അനാസ്ഥ. വാഹന ഉടമകളെ സഹായിക്കാനാണ് എന്ന് പറയുമ്പോഴും ഫലത്തിൽ ഈ പരിഷ്കാരം ഇരട്ടിപ്പണിയാകുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പ്രിന്റിംഗ് അവസാനിപ്പിച്ച് ആദ്യം ഡിജിറ്റൽ കാർഡിലേക്ക് മാറിയത്. നടപടികൾ പൂർത്തിയായ ലൈസൻസ് കാർഡുകൾ PVC ആയും PDF ആയും ഡൗൺലോഡ് ചെയ്യാമായിരുന്നു. ഇവ വേഗത്തിൽ കാർഡായി പ്രിന്റ് ചെയ്യാനും ആകുമായിരുന്നു. എന്നാൽ RCയുടെ കാര്യത്തിൽ ഈ 2 സൗകര്യങ്ങളും ഇല്ല. ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്രീകൃത പ്രിന്റിംഗ് സ്റ്റേഷൻ അവസാനിപ്പിച്ചത്. ഡിജിറ്റലൈസേഷന്റെ മറവിൽ വാഹന ഉടമകളെ കൊള്ളയടിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ RCയിലെ പേരുമാറ്റത്തിനും ഹൈപ്പോത്തിക്കേഷൻ മാറ്റത്തിനും മുൻപ് 515 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. 200 രൂപ കാർഡിനും 120 രൂപ സർവീസ് ചാർജും 45 രൂപ തപാൽ ഫീസും ഉൾപ്പെടെയായിരുന്നു ഇത്. കാർഡ് പ്രിന്റ് ചെയ്ത് വീട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാർഡ് അച്ചടി നിർത്തിയെങ്കിലും ഇതേ സേവനത്തിന് ഈടാക്കുന്നത് 550 രൂപയാണ്. വാഹന ഉടമ കാർഡ് സ്വന്തമായി പ്രിന്റ് ചെയ്യുകയും വേണം. മുമ്പ് ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ, ഹൈപ്പോത്തിക്കേഷൻ നോട്ടിംഗ്, പേരുമാറ്റം തുടങ്ങി ഒന്നിലധികം സേവനങ്ങൾ ഒറ്റ സർവീസ് ചാർജിൽ 200 രൂപയ്ക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ ഡിജിറ്റൽ കാർഡിലേക്ക് മാറിയതോടെ ഓരോ സേവനത്തിനും 200 രൂപ വീതം ഈടാക്കുകയാണ്. ഈ വഴിക്കും സർക്കാരിനാണ് ലാഭം. വാഹനങ്ങൾക്ക് ചുമത്തുന്ന വിവിധ നികുതികളും നിയമലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴകളുടെയും കാര്യത്തിൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് രാജ്യത്തിലെ തന്നെ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. കേരളത്തിലെ പല വാണിജ്യ വാഹന ഉടമകളും അന്യ സംസ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ മാറ്റുന്ന പ്രതിഭാസമാണ് കുറെ നാളുകളായി കണ്ടുവരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന് വൻ നികുതി നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്യാതെ എല്ലാ നികുതിയും കൊടുക്കുന്ന സാധാരണക്കാരായ വാഹന ഉടമകളെയാണ് മോട്ടോർ വാഹന വകുപ്പ് തങ്ങളുടെ പുതിയ നടപടിയിലൂടെ പിഴിഞ്ഞെടുക്കുന്നത്.